ഒരാളെ തല്ലാൻ കേരളത്തിൽ എങ്ങും സ്ഥലം ഇല്ലാഞ്ഞിട്ടാണോ താൻ മദ്രാസ് കടപ്പുറത്ത് കൊണ്ടിട്ട് തല്ലുന്ന ചെറ്റേ? ഓ എഴുന്നേറ്റ് പോടോ. എന്തൊരു ബലവാ. മാറ്റി പിടിച്ച് മാറ്റി. ഒരു കാര്യം. അയ്യോ, ഇവനാ പഴയ ചാൻസ് അല്ലേ? നമസ്കാരം. സിപ്പിച്ചേട്ടനും ചൊപ്രച്ചേട്ടനും ഇവിടെ. ഇവർ രണ്ടുപേരും എന്റെ ഗുരുക്കന്മാരാ. ബ്രേക്ക്. സാർമാർ വന്നട്ടെ. ഞാനിപ്പോ ഒരു സിനിമാ സംവിധായകനാണ്. അത്ഭുതം തോന്നുന്നുണ്ടാവും അല്ലേ? അഭിനയിക്കാൻ നടന്നു, അവസരം കിട്ടിയില്ല. കഥ എഴുതാനോ പാട്ട് എഴുതാനോ ഉള്ള കഴിവില്ല. എഡിറ്റിംഗ് അറിയില്ല, ക്യാമറ അറിയാനേ വയ്യ, ഒരു ചുക്കും അറിയില്ല. അപ്പോ പിന്നെ ഒരു സിനിമാ സംവിധായകനാണ് ബുദ്ധി എന്ന് മനസ്സിലായി. എന്റെ ആദ്യ പടത്തിന്റെ ഷൂട്ടിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. നമ്പർ 1 തിരമാലകളുടെ തീരം, മദ്രാസ് സൗത്ത്. ആളുകളെ പറഞ്ഞ് പറ്റിക്കുന്ന വിദ്യ നിങ്ങളാണ് എന്നെ പഠിപ്പിച്ചത്. ആ വിദ്യയിലൂടെയാണ് ഈ പടത്തിന്റെ പ്രൊഡ്യൂസറെ ഞാൻ ഉയർത്തിയത്. 2 ലക്ഷം രൂപ മതി പടം തുടങ്ങാൻ എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചു. അയാളെ വിശ്വസിച്ചു. ദേ ഇപ്പൊ 11 ലക്ഷം രൂപയായി. ഇനിയിപ്പോ അയാൾക്ക് ഇട്ടേച്ച് പോകാൻ പറ്റുമോ? അല്ല, സ്വർണമാലയൊക്കെ വിറ്റോ? സുഹൃത്തെ, എല്ലാം തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ് ഞങ്ങൾ. കട്ടത് ചുട്ടുപോകുമോ എന്നൊരു പഴമൊഴിയില്ലേ? ഒരു കാലിച്ചായ വേണേല് ഇനി വല്ലതും കട്ടിട്ട് വേണം. സന്തോഷം. ദോ ചോറോക്കി കഹാനി അല്ലേ? അതിന്റെ അർത്ഥം പിന്നെയാ എനിക്ക് മനസ്സിലായത്. ഞാൻ ഡെയിലി പിച്ചക്കാർക്ക് ഒരു 100 രൂപയെങ്കിലും കൊടുക്കാറുണ്ട്. ഇതാ 50 രൂപയുണ്ട്, വെച്ചോ. വരട്ടെ. ഇതിപ്പോ തിരിച്ചടികളുടെ കാലമാണെന്ന് തോന്നുന്നു ധർമ്മ. എന്തു കുന്തമായാലും തൽക്കാലം 4 ഇഡ്ഡലി കഴിക്കാനുള്ള വകുപ്പായല്ലോ. വാ.